പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ. മഴ പെയ്ക്കോ? കോരി എടുക്കട്ടെ. വെള്ളം ഒന്ന് കോരി എടുക്കാൻ സമ്മതിക്കോ? മഴ ഇപ്പൊ വീഴും. പാട്ടുപാടി ഒരു കഥ പറയാം. അല്ല, നിന്റെ ആങ്ങളെ വരെ കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാര്യമൊക്കെ എന്തായി? എന്താവാൻ? ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. എന്തെങ്കിലും ചെയ്തോളാം വേണ്ട. എവിടെയെങ്കിലും കിടക്കണ കുഞ്ഞിനെ ഈ കുടുംബത്തിലോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഓ, സമ്മതിക്കരുതേ. സമ്മതിക്കൂല, ഉള്ള കാര്യം തന്നെ. കുഞ്ഞിക്കിളിയേ. ഹലോ. പറഞ്ഞോ. ഇന്നാ? അതെയോ? ഉണ്ട്. ഞാൻ ഉണ്ടാവും. പിന്നെ കാണാടേ. പിന്നെ അങ്ങനെ കഴിയാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യ്, പാർട്ടി ഓഫീസിലോട്ട് വാ, ഞാൻ അവിടെ വരാം. ശരി. ഓക്കെ, ഞാൻ ഇറങ്ങും. സംഗതി കൈവിട്ടു പോയി. ഇവളിപ്പോ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലടി. ഇവളിപ്പോ ഞാൻ എപ്പോ ഓഫീസിൽ പോകണമെന്ന് അറിഞ്ഞൂടാ, എപ്പോ ഓഫീസ് തിരിച്ചു വരുമെന്ന് അറിഞ്ഞൂടാ. ഇവർക്ക് അതിനെപ്പറ്റി ഒരു ചിന്തയില്ല. 24 മണിക്കൂറും വരാൻ പോകുന്ന കൊച്ചിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയുള്ളു. എന്റെ ഏട്ടാ ചുമ്മാതാ. ഈ ഏട്ടന് ഏത് സമയം ഇപ്പൊ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ നാത്തൂനെ. എപ്പോഴും കഴിഞ്ഞ ദിവസം എന്നോട് ചോദിക്കുവാണേ, ഈ കട്ടില് കുറച്ച് വലുതാക്കണ്ടേന്ന്. പിന്നെ കൊച്ചു കൂടെ വന്നാ കിടക്കണ്ടേ? ചെറിയ കട്ടിലല്ലേ, വലുതാക്കണ്ടേ? 3 വർഷം പ്രാക്ടിക്കൽ ഒരു കാര്യം പറഞ്ഞാണ്. കൊച്ചുകൂടെ വരുമ്പോ നമ്മള് ഇപ്പൊ ചെറിയ കെട്ടിലല്ലേ അടിയത്, നമുക്ക് രണ്ടുപേരും കുഴപ്പമില്ല. ഈ കൊച്ചുകൂടെ വരുമ്പോ നടുക്ക് കിടത്തല്ലേ അവനെ. അപ്പൊ അതൊരു സന്തോഷമല്ലേ നമുക്ക്. അപ്പൊ ഞാൻ മാധവമേശി കളിച്ച് പറഞ്ഞായിരുന്നു. എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും. എന്നിട്ടാണ് അവളെ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ? അല്ലടാ, ഞാൻ പൊടിക്കൊച്ചിനെ കിട്ടുമോ? അങ്ങനെയാണോ എടുക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ പൊടിക്കൊച്ചാണെങ്കിൽ ഭയങ്കര പാടായിരിക്കില്ലടി. പാല് കൊടുക്കണം, കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ വലിയ പാടായിരിക്കും. ഇച്ചിരി വലിയ കൊച്ചാണെങ്കിൽ ഒരു 4 വയസ്സൊക്കെ 4-5 വയസ്സൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നന്നായിരുന്നു. പിന്നെ നമുക്ക് അറിഞ്ഞൂടാ, ആപ്ലിക്കേഷൻ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്. പേപ്പറൊക്കെ ഏകദേശം ഒന്ന് ശരിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി അമ്പിളിക്കുട്ടി എങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കൊരു സന്തോഷം. എന്താണെങ്കിലും ഒരു ആൺകൊച്ചിനെ കിട്ടിയാ മതിയായിരുന്നല്ലോ നാത്തൂനെ. അതാവുമ്പോഴേ അവന്റെ ഓട്ടവും ചാട്ടവും കുസൃതിയൊക്കെ കാണാൻ എന്ത് രസമായിരിക്കും. പക്ഷെ എനിക്ക് പെങ്കൊച്ചാണ് ഇഷ്ടം. കണ്ണൊക്കെ എഴുതി, പൊട്ടൊക്കെ തൊട്ട്, മുടിയൊക്കെ 2 സൈഡ് ഇങ്ങനെ പിന്നിട്ട്. പിന്നെ വരുമ്പോ തന്നെ മുടി ഇത്ര ഇങ്ങനെ ഇരിക്കുക. അല്ല, ഉള്ളത് പിന്നീടാലോ നമുക്ക്. ഞാനേ കൊറേ താരാട്ട് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിന്? കൊച്ചിന് ഉറക്കൊക്കെ വേണ്ടേ? നീ പഠിച്ചു വെച്ച പാടരുത്, കൊച്ചിറങ്ങി ഓടും. നല്ല കാഴ്ച. ഒന്ന് കുളിർക്കെ ഒന്ന് കണ്ടോട്ടെ. കാലത്ത് അടിച്ചടിയാണ്. അയ്യോ, എന്തൊരു അതെ, കുടുംബ സംഗമമാണോ ഗൂഢാലോചനയാണോ ഈ പാവപ്പെട്ടനെ വെളിയിലാക്കാനുള്ള? അങ്ങോട്ട് ദാദാ വഴി, ഞാൻ അങ്ങോട്ട് വരാം. ഇതെന്റെ അളിയൻ. പക്ഷേ അവന് ഞാനുമല്ല. അങ്ങനെ പറഞ്ഞു? ഇല്ലടേ, നമ്മളെ ഒന്നും വേണ്ടല്ലോ നിനക്കിപ്പോ. ഇല്ല, നിനക്കിപ്പോ ഉണ്ണിയല്ലേ വേണ്ട. ഉണ്ണി തുടങ്ങി. ഏതുണ്ണി? കുഞ്ഞുണ്ണി. അതിന്റെ ചിന്തയല്ലേ ഉള്ളൂ. നമ്മളതാ പറഞ്ഞിട്ടിരുന്നു. നമ്മക്കങ്ങനെ രാവിലെ രാത്രി ഒന്നും ഇല്ലല്ലയാ. കുറെ നാളായിട്ടൊരു കുഞ്ഞു കൊട്ടേഷൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നു. അതിന്ന് ചാലുവായി, അതിന്റെ ചില്ലറ കമ്മീഷൻ കിട്ടി, ഉള്ളോളം അടിച്ചു. അതെ, നിങ്ങളൊരു കുഞ്ഞിന്റെ പേരിൽ എന്നെ തല്ലിയ മനുഷ്യനാണ്. അതും
എവിടെയോ കിടക്കണ എങ്ങാണ്ടോ ഉള്ള ആരെന്ന് പോലും അറിയാത്ത ഇവിടെ വരാത്ത കുഞ്ഞിന്റെ പേരിൽ എന്നെ തല്ലിയാളാ. ഒന്നും ക്ലീറ്റോ മറന്നിട്ടില്ല, നീ അത് മറക്കയില്ല. തുടങ്ങി വിളിച്ചോണ്ട് പോയിന് മാറിയിട്ട് പറ്റില്ല. അയ്യോ, ഒരു നൈശ്യ ബ്രഹ്മചാരി മാന്യൻ. എന്താടാ ബ്രഹ്മചാരി അനക്കെന്താ സംശയം ഉണ്ടായില്ലേ? ഓ, എന്നെ കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല, അമ്മാവനായിപ്പോയി. രാവിലെ ഉടക്കണ്ട പൊയ്ക്കാ. കൈ വിടറി, എന്നാരും പിടിയില്ല, എനിക്കറിയാൻ നടക്കാട്ടാ. ഓ അയ്യോ, വെള്ളം കുടി, ഒന്നും പറയണ്ട. എന്നെ വിടറി മോളെ. ഒരു പാട്ട് ഞാൻ പറഞ്ഞത് കേട്ടാ. ഓലത്തുമ്പത്തിരുന്നു എല്ലാടും ചെല്ലപ്പൈങ്കിളി, ഊഞ്ഞാലിന്റെ കയറും പൊട്ടി മൂക്കൂത്തിന താഴെ വീഴലിന്റെ പൈങ്കിളി. പോലെ ഞാൻ പാടറി. ഓലത്തുമ്പത്തിരുന്നു എല്ലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ വാല ഗോപാല നീ എണ്ണാതെ സംസാരിക്കാൻ അതൊരു വിഷമായിരുന്നു. ചേണ്ടി ചെല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. കഴിച്ചില്ലല്ലോ? ഇല്ല. വാ. വായി കുച്ചാണ്ട് പാപ്പുണ്ടാക്കണമ്മ, വയലെ പൊട്ടിയിട്ട് തങ്കമ്മ പാപ്പുണ്ടാക്കണമ്മ. വായി കുച്ചാണ്ട് പാപ്പുണ്ടാക്കണമ്മ, വയലെ പൊട്ടിയിട്ട് തങ്കമ്മേ പാപ്പുണ്ടാക്കണമ്മ. ഇവിടെ ഞങ്ങൾക്ക് സമാധാനം വേണം, തരുവോ? ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമുണ്ട്, സന്മനസ്സില്ലെങ്കിൽ സമാധാനമില്ല. ഓ, ചോറ് ചോദിച്ചപ്പോ അമ്മ കീറ് തന്നമ്മോ. ഓ ഓ സകല മോളെ, വെള്ളം എടുത്തുണ്ടോ ഡാഡിക്ക്? നിന്റെ അടുത്ത് പറഞ്ഞാൽ നീ എടുത്ത് വേണം. നിന്റെ പേര് തക്കളി എന്നാണ്, അവളെ പേര് തങ്കോ. ഇപ്പൊ എടുത്തോടാ. ചോറ് ചോദിച്ചപ്പോ കീറ് തന്നമ്മോ, എന്റെ അമ്മോ ബായി കൊച്ചാണ്ട് മിണ്ടാതിരിക്കാൻ പറ്റോ? ഈ മിണ്ടാഴിയാം. മിണ്ടാഴിക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാല് ചോറ് ചോറ് തരുമോ? മിണ്ടാഴിയാം തരുമോ? നിങ്ങക്ക് ചോറെന്തിനാ? നിങ്ങളുടെ വയറിന്റെ ഉള്ളിൽ വേറെ സാധനം ഉണ്ടല്ലോ. സംസാരം വേണ്ട, അത് സംസാരം വേണ്ട. മേടിച്ചു തരുന്ന മാത്രം നിങ്ങളുടെ പത്തിന്റെ കാശില്ലല്ലോ. ഞാൻ ഒരു പൊതുപ്രവർത്തനല്ലേ, എന്നോടുള്ള ഇഷ്ടം, എന്നോടുള്ള സ്നേഹം, എന്നെ സ്നേഹിക്കണവര് എനിക്കിതൊക്കെ വാങ്ങി. പൈസ ഇഷ്ടമല്ല, ഞാൻ കോടീശ്വരനാവൂലേ. തലവഴി ഒഴിക്കാൻ വേണ്ടത് കുടുംബത്തിനോട് സ്നേഹം തോന്നിയാസം നടക്കണം മനുഷ്യൻ. അയ്യോ, എനിക്ക് പിന്നെ സ്നേഹം മുഴുവൻ ഞാൻ നാട്ടുകാരോടല്ലേ സ്നേഹം. അതെ, നിങ്ങൾക്ക് നിങ്ങളെ നാട്ടുകാരെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഈ നാട്ടുകാരോടാണ് സ്നേഹം. എന്തെങ്കിലും ഒരു കാര്യമായിട്ടൊന്ന് സംസാരിക്കണമെങ്കിൽ ആ മനുഷ്യന് പറ്റൂല. ഓ, പിന്നെ ആരുടെ ഇവിടെ സംസാരിക്കാൻ? ഇങ്ങനെ ബോധക്കേടോടുകൂടി സംസാരിക്കും. അതെ, വലിയ സംസാരം വേണ്ട. വലിയ സംസാരം ചോറുണ്ടെങ്കിൽ എടുത്തോണ്ട് ചോറ് തിന്നാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്തോ? ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. പറഞ്ഞോ. ഇനി മേലാല് ആ കുടുംബത്ത് പോയിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? അവരവരുടെ കൊച്ചിനെ ദത്തെടുക്കുവോ വളർത്തുവോ ചിലപ്പോ ഇറക്കി വിടുവോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഇവിടെ നിങ്ങൾ ഒരുപാട് അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അവർക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഒരു ഉപദേശി നമുക്കെന്താ അല്ലേ? അതല്ലേ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ പെങ്ങളുടെ കൊച്ചിനൊന്നും അല്ലല്ലോ അവിടെ എടുത്തോണ്ട് വന്ന് വളർത്തുന്നത്. ഞാൻ ആലോചിക്കുന്നേ, അവന്റെ കൊച്ചു വരുമ്പോ നിന്റെ എന്ത് വിളിക്കൂടി? എന്നെ എന്തെങ്കിലും വിളിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്താ എന്തേലും വിളിച്ചാ എന്തേലും വിളിക്കണ്ടേ? എന്നെ എന്ത് വിളിക്കും? വിളിക്കാൻ അറിയില്ല, ചീത്ത വിളിക്കുന്നു. ഓ, ചീത്ത വിളിച്ച പറ്റ പൊട്ടി ചീത്ത വിളിച്ച. അപ്പോഴേ നമ്മള് ഇവിടെ എന്ത് വിളിക്കും? തക്കളി മോളെ ചേച്ചി വിളിക്കും. അവളെ ചേച്ചി ചേച്ചി തക്കളി ചേച്ചി തക്കളി ചേച്ചി എന്ന് വിളിക്കും. കഴിഞ്ഞോ? സർക്കസ് കഴിഞ്ഞോ? നീ കളിയന്റെ വിശക്കണേ, ചോറുതാ. ചോറ് തരണ്ടതല്ലേ എന്റെ സ്വഭാവത്തിലിട്ടാ നിങ്ങള് കുടിക്കണ വെള്ളം കൊണ്ടുവന്നിട്ട്. അയ്യോ ഡാഡി, ഇത് ഇങ്ങനെയും എന്തെങ്കിലും ഡാഡി പറയട്ടേ. ഡാഡിക്ക് ഭയങ്കര സന്തോഷം. ഹാപ്പി 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 ഹാപ്പി. മാറ്റം കൊണ്ട്
തങ്കമ്മേ, എൻ്റെ തങ്കമ്മേ, തങ്കമ്മേ. ഓ ഓ ഗമ. ചോറ് ചോറും ചോദിച്ചപ്പോ പ്ലീറ്റോ? ആഹാ ആഹാ സാമ്പാർ. രസത്തിൽ പച്ചക്കറി കഷ്ണം വേണു. സാമ്പാർ. കാര്യം പറഞ്ഞ അയ്യോ സാമ്പാർ മുങ്ങി തപ്പി വെണ്ടയ്ക്ക കഷ്ണം കിട്ടി. വിട്ടേ വിട്ടേ വിട്ടേ. ഇല്ല നിനക്ക് എന്നോട് എന്തൊക്കെയോ വിരോധമുള്ളതൊക്കെ ഇങ്ങനെ കൊച്ചു എനിക്ക് ഒരു വിരോധമില്ല. എനിക്കറിയാം ഞാൻ ക്ഷമിച്ചേ, ഞാൻ ഒന്നും പറയില്ല. അയ്യോ എന്റെ മോന് നിന്നില്ലേ? മീൻ റെഡി. ഫിഷ് ഫിഷ് കടലിലുണ്ട്. ഓ. മതി. ഇവിടെ ആരും ഇല്ലേ? ഹലോ, ആരും ഇല്ലേ? ആരാണ്? ഞങ്ങൾ സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്ന് വരികയാണ്. ആ, ഒരു സർവേക്ക് വന്നതാണ് സാർ. എന്തിന്റെ സർവേ? ഇവിടെ എത്ര അംഗങ്ങളുണ്ട്, എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഒരു അഭിപ്രായ സർവേ എടുക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ പേര് സുരേഷ്, ഇത് മീര. ആ നമസ്കാരം. ഞാൻ കനകൻ. ആ. ഞങ്ങളിവിടെ 3 പേരാണ് താമസിക്കുന്നത്. ഞാനും അമ്മയും വൈഫും. ഇത് അമ്മാവനാ. ഞാനിവിടെ അല്ല കേട്ടോ, എന്റെ വീട് അപ്പുറത്താ. ഞാൻ ഇടയ്ക്ക് വരും. ഇടയ്ക്ക് വന്ന് പോകും, അത്രേ ഉള്ളൂ. അപ്പുറത്ത് കളിക്കില്ല വിടുക. ഞാൻ ഒന്ന് പിടിച്ചേടാ. നീ അവിടെ നിന്നോ. ചുമ്മാ ഇരുന്നാ കളിയിലല്ല. ഒരു നിമിഷം, ഒരു നിമിഷം. ഈറ്റോ. നമസ്കാരം. ഞാനേ ചോറ് ചോദിക്കാം. ചോറ് ചോദിച്ചോ. ഇതാരാ സാർ? ഇതെന്റെ അളിയനാ. ആരാ? ഞങ്ങൾ സർവേക്ക് വേണ്ടി വന്നതാ. ഓ സാമൂഹ്യക്ഷേമ വകുപ്പ്. അല്ല അതിന്റെ മറ്റേ അളക്കണ കോലൊക്കെ എവിടെ അയ്യോ ആ സർവേ അല്ല സാർ, ഇതൊരു അഭിപ്രായ സർവേ ആണ്. അപ്പൊ എനിക്ക് അഭിപ്രായം പറയാമല്ലോ. അഭിപ്രായം എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അത് ഇവിടുത്തെ കഴിഞ്ഞ് അങ്ങോട്ട് ചുമ്മാ അമ്മ മിണ്ടല്ല, എന്റെ അഭിപ്രായം കേൾക്കണം. ഞാൻ ഇവിടെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് ക്ലീറ്റസ് മത്തായി, ഇതെന്റെ അളിയൻ കനകൻ, ഇവിടുത്തെ വേറെ ലൈൻമാൻ. ഇത് അവന്റെ കെട്ടിയോള് ജമന്തിപ്പൂ അഥവാ വെള്ളച്ചമന്തി. ഇത് അമ്മാവൻ അഴകേശൻ. കല്യാണം കഴിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ നടന്നില്ല, പെണ്ണി കൊടുത്തില്ല. ഇത് എന്റെ തങ്കം കൂടം തങ്കം. പിന്നെ ദിസ് ഈസ് ഒൺ ആൻഡ് ഓൺലി മൈ ഡോക്ടർ തക്ലി മോൾ. ഇനി വേറെ എന്തറിയണം? ഇനി നമുക്ക് നിന്നില്ല, നമുക്ക് ഇതിനകത്തോട്ടിരുന്ന് വർത്താനം പറയാം. വെക്കാറില്ല നീ പോ. ചുമ്മാ ചോറ് എടുത്താലോ പുള്ളി കഴിച്ചു. മോളെ നിങ്ങളകത്ത് ഇരി, അമ്മ ഇത് സംസാരിക്കാം. ആരല്ലോ ഇരി കളിയാ. ഇവിടെ ഇരിക്കും. നീച്ചോ. ആ എനിക്ക് അവര് അതെ സംഗതി മാമ അവരുടെ അഭിപ്രായം ചോദിക്കാൻ വന്നാണ്. അവർക്ക് വേണ്ട ഞാൻ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ അറിവും വിവരവും തരിക എന്നുള്ളത് എന്റെ കടമയാണ്. ചോദിക്കേ എന്താ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ. കുഴപ്പമില്ല. അതും ഈ ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ. അത് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. മേരി പറഞ്ഞത് കറക്റ്റാ. നേരിയല്ല സാർ, ശരി. മീര പറഞ്ഞ കറക്റ്റാണ്. അങ്ങനെ എടുക്കണം നമ്മള്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണം. നാളെ കിടത്തോട്ട് പിടിച്ചോണ്ട് കൊടിയല്ലേ. ഈ നാണക്കേട് പറഞ്ഞ മഹാനാരാന്നറിയാമോ? എന്റെ അമ്മാവൻ അമ്മൂസ് അഴകേഷ് അമ്മാവൻ. അഴകേശൻ. സംഗതി ആള് കുറെ വർഷമായിട്ട് കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ്, പക്ഷെ പെണ്ണ് കിട്ടിയില്ല. കാര്യം എന്താ? കയ്യിരിപ്പ് കൊള്ളില്ല. നല്ല കീറാട്ടോ. വൈകുന്നേരമായി കഴിഞ്ഞാൽ 2 എണ്ണം കൊണ്ട് കീറി തുടങ്ങി കഴിഞ്ഞാൽ വെളിവുമില്ല. വെള്ളിയാഴ്ച വ്യാഴാഴ്ച മതിയടാ. പറയട്ടെ. പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കള്ളു കുടിക്കണമെങ്കിൽ പുറത്തു പോകില്ല. ഞങ്ങൾ കുടുംബത്തോടെ ഇവിടെ ഇരിക്കും. എന്റെ അളിയൻ സാധനം എടുത്തോണ്ട് വരും. പറയട്ടെ. പിന്നെ ഇവനെ ഉണ്ടല്ലോ, ഞാൻ ഒന്നും പറയില്ല. പറയട്ടെ. കുടിക്കാൻ എന്തെങ്കിലും അത് മോളെ വെള്ളം കൊണ്ടോ, നല്ല ഐസ് കൊണ്ടോ. ഇവനുണ്ടല്ലോ പണ്ട് പോസ്റ്ററിൽ നിന്ന് വീണപ്പോ തല ഇടിച്ച് അപ്പൊ ഒരു കിളി അങ്ങ് പോയി. പറയട്ടെ, നമ്മളെ പിള്ളേരല്ലേ, അവരറിയണ്ടേ. പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അല്ല ഇവിടെ ഞണ്ട് ഇങ്ങനെ കയറി ഒരു വരവുണ്ട്. അത് വന്നാൽ പോയി കേട്ടോ, വയലന്റ് ആവും. പിന്നെ ഡോക്ടർ പറയുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് വരാം, സൂക്ഷിച്ചോളണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അവന്.
എന്നെ സംസാ- കേറടങ്ങി. ചുമ്മാ ഇരുടാ. അവിടെ ഇടോ. നീ പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലടാ. ഇല്ല. അങ്ങനെ പറയുന്നത് നീ ആരുതാണ്? മിണ്ടരുത്, മിണ്ടാ. പക്ഷെ അങ്ങനെ സംസാരിക്കില്ലേ? അയ്യാ, ഒരുപാട് പറയാനുണ്ട്. കേറടങ്ങി. എന്നെ സംസാ- കേറടങ്ങി. ചുമ്മാ ഇരുടാ. അവിടെ ഇടോ. നീ പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലടാ. ഇല്ല. അങ്ങനെ പറയുന്നത് നീ ആരുതാണ്? മിണ്ടരുത്, മിണ്ടാ. മിണ്ടരുത്. ആ. കളിക്കുന്നു. കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോറി. ഇപ്പോഴല്ലേ ഈ സത്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. അത് സാറേ ഞങ്ങള് സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്ന് വന്നവരല്ല. പിന്നെ നിങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തില്ലായിരുന്നോ? അതിന്റെ അന്വേഷണത്തിന് വന്നവരാണ്. നിങ്ങൾ ഇവിടെ ഒരു കുഞ്ഞിനെ വളർത്താനുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടോയെന്നറിയാൻ വന്ന ആൾക്കാരാണ്. ഈ മാനസിക രോഗമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണോ കുഞ്ഞിനെ ദത്തെടുക്കാൻ ഇറങ്ങിയത്? സാർ, ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ അങ്ങനെ എന്ത് അപകടമായാലും മാനസിക രോഗമല്ലേ. ഒരു സാറേ സാറേ ഈ പറഞ്ഞ പോലെ അവനൊരു കുഴപ്പമില്ല. അത് അവൻ കള്ളു കുടിച്ചിട്ട് ഓരോന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കണതാണ്. എന്തിനാ അങ്കിളെ ഒന്നും പറയാത്തൊരു കുഞ്ഞിനെ ഇതുപോലൊരു കുടുംബത്തിൽ കൊണ്ടുവന്ന് അതിന്റെ ഭാവിയും കൂടി കളയുന്നത്? അല്ല കുറേ പേര് അപേക്ഷയും തന്ന് കാത്തിരിക്കുന്നുണ്ട്. അപ്പോഴാ നീ ഇവിടെ ചുമ്മാ ഇരുന്ന് ചുമ്മാ ഇരി. അല്ല, അച്ഛനെ നീ ഇത് ക്ഷമിക്കണം. അച്ഛനല്ല, അവിടെ പോയാൽ അവരെന്നെ പറയാനുണ്ട് എനിക്ക്. എന്താടാ ഇപ്പൊ സമാധാനം ഇല്ല എനിക്ക്. എന്തോ? അവര് സാമൂഹ്യക്ഷേമ വകുപ്പിന്ന് വന്നവരൊന്നല്ല. കൊച്ചിനെ ദത്തെടുക്കാൻ അപേക്ഷിച്ചപ്പോ ശിശുക്ഷേമ വകുപ്പിന്ന് വന്നതാ. ആണോ? ഇല്ലാത്തൊക്കെ പറഞ്ഞു കൊടുത്ത അവര് പോയപ്പോ സമാധാനായില്ലേ? അതെ, അവർ എവിടെ നിന്ന് വന്നതാണെന്നും എന്തിനാണ് വന്നതെന്നുള്ളതൊക്കെ എനിക്ക് നല്ല പോലെ അറിയാം. ഞാൻ മനഃപൂർവ്വം തന്നെ അവരോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തേ. അങ്ങനെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു കൊച്ചിനെ ദത്തെടുത്തോണ്ട് വന്നിട്ട് കുടുംബത്തിന്റെ മാനം കളഞ്ഞ് സമ്മതിക്കൂല. ആ. 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 Alien versus Alien.